നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈ പറയുന്ന വീഡിയോയിലെ വിഷയം ഈ നക്ഷത്രക്കാർ ഭാഗ്യവാന്മാർ, ഇവരെ ഈ വർഷം ശനി തൊടില്ല എന്നതാണ് വിഷയം. ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരെ ഈ വർഷം ശനി ഒരു വിധത്തിലും അവരെ തൊടുന്നതല്ല. അതായത് ഇവർക്ക് ഇപ്പോൾ ഏഴര ശനി ദോഷമില്ല, കണ്ടകശനി ദോഷമില്ല, ജന്മശനി ദോഷമില്ല, അഷ്ടമശനിയും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ശനിയുടെ ദോഷങ്ങളൊന്നും ഈ പറയുന്ന ഞാനിങ്ങനെ പറയുന്ന നക്ഷത്രക്കാരെ ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ വർഷം ശനി ഇവരെ തൊടില്ല. അപ്പൊ ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് ഈ വർഷം ശനി തൊടാതെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഇടവക്കൂറിലെ കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മര, അതായത് ഇടവൻ രാശിയിലെ കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മര ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വേഴം 11 നിൽക്കുന്ന സമയമാണ്. അവരെ സംബന്ധിച്ച് 11 നിൽക്കുന്ന വേഴം ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ച് ഈ വർഷം ശനിദോഷം ബാധിക്കില്ല. പിന്നെ അടുത്ത നക്ഷത്രം അതായത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. കർക്കിടകൻ രാശിയിൽ ആ നക്ഷത്രം പുണർദം, കാലി, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവരുടെ 9ലാണ് ശനി നിൽക്കുന്നത്. 9. അപ്പൊ 9 എന്ന് പറഞ്ഞ ഭാഗ്യസ്ഥാനം. ഭാഗ്യസ്ഥാനത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാകും എങ്കിലും ഇവരെ സംബന്ധിച്ചും ഇവർക്ക് ഏഴര ശനി, കണ്ടകശനി അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ല. അതോടൊപ്പം തന്നെ അടുത്ത നക്ഷത്രം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രം ഏതൊക്കെയാണ്? ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലി ഈ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത്. ഇവരുടെ 6ലാണ് ശനി നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ. അപ്പൊ 6 എന്നുള്ളത് ശനിയെ സംബന്ധിച്ച് ശുഭസ്ഥാനം തന്നെയാണ്. അതായത് 3, 6, 11 ഇത് ശുഭസ്ഥാനമാണ് ശനിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പാപഗ്രഹങ്ങളെ സംബന്ധിച്ച് ശുഭസ്ഥാനങ്ങൾ തന്നെയാണ്. അതിനെ ഉപജയഭാവങ്ങൾ എന്ന് പറയും. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ശനി 6ലാണ്. അവർക്ക് ശനിയുടെ ദോഷങ്ങളൊന്നും ഈ വർഷം ഇല്ല, ഒരു ശനി ബാധിക്കുന്നതല്ല. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ശനി 5 വരുന്ന സമയമാണ്, 5 നിൽക്കുന്ന സമയം. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വ പുണ്യ ഭാവവും അതോടൊപ്പം തന്നെ സന്താനഭാവവും കൂടിയാണ് 5. അപ്പൊ ആ 5ലാണ് ശനി നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇവർക്കും ഏഴര ശനി, കണ്ടകശനി അങ്ങനെയുള്ള ഒരു ശനി ദോഷങ്ങളും ഇവർക്ക് ഈ വർഷം ഇല്ല. ശനി ഇവരെ ഈ വർഷം തൊട്ടില്ല. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര ഇവരുടെ 3ലാണ് ശനി നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3, 6, 11 നിൽക്കുന്ന ശനി ആ ജാതകന് ദോഷമൊന്നും ചെയ്യില്ല. അപ്പൊ ഈ മകരക്കൂറിലെ ഈ നക്ഷത്രക്കാരെയും ശനി ഈ വർഷം തൊടില്ല. ഇവർക്കും ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനിയൊന്നും ഇല്ല ഇവരെ സംബന്ധിച്ച്. അപ്പൊ ഈ 5 രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശനിദോഷം ഒട്ടും ഇല്ല എന്ന് പറയാം. എന്നാൽ ജാതകത്തിൽ ശനിദോഷം ഉള്ളവർ, അതായത് ശനിദശയുള്ളവർ, അല്ലെങ്കിൽ ശനിയുടെ അപഹാര സമയം ഉള്ളവർ ശനിക്ക് വേണ്ട വഴിപാടുകളും
അതേപോലെ തന്നെ ശനിയെ പ്രീതിപ്പെടുത്തേണ്ട പ്രാർത്ഥനകളും അതോടൊപ്പം ഈശ്വരാനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകളും നടത്തി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ വർഷം ശനി തൊടാത്ത നക്ഷത്രക്കാരാണ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.